ഹലോ ഗൈസ്, വെൽക്കം ടു അനുരാധാസ് ബ്ലോഗ്. സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇപ്പല്ലേ രാവിലെ 6 മണി കേട്ടോ. ഏട്ട എന്നോട് വെട്ടി വെച്ചിരിക്കേട്ടോ. ഞാനിപ്പോൾ കുളിച്ചാൽ എന്താ ഇപ്പോൾ തണുപ്പാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇപ്പോൾ ഈ പോയി കുളിച്ചാൽ അനക്ക് ഞാൻ 500 ഉറുപ്പിക തരും. ഞാൻ ഏട്ടനോട് ചോദിച്ചേക്കാം. ഇതാട്ടോ, നിങ്ങൾ പൈസ തരൂലേ? തങ്ങളെല്ലാരും മുന്നിലാട്ടോ പറഞ്ഞേ. 500 ഉറുപ്പിക തരൂട്ടോ. അപ്പല്ലേ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ ഗായ്സ്, ഞാൻ കുളിച്ച് വന്നിട്ടോ. ഭയങ്കര തണുപ്പ്. ഇന്ന് എനിക്ക് ജലദോഷം വരും ഉറപ്പാ. ഇനി ഞാൻ ഏട്ടനോട് പോയിട്ട് പൈസ വാങ്ങാം കേട്ടോ. ഏട്ടാ നിങ്ങൾ തരി, നിങ്ങളെടുത്ത് തരി. ഇതാട്ടോ, എനിക്ക് കിട്ടിട്ടോ 500 ഉറുപ്പിക. ഇനി കുളിക്കണം. അയ്യാ. അപ്പോൾ രാവിലെ തന്നെ പണിയൊന്നും ചെയ്യാതെ 500 ഉറുപ്പിക എന്തായാലും. അപ്പോൾ ഗായ്സ്, ഞാനില്ലേ കുളിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ 500 ഉറുപ്പിക ജയിച്ച്. അങ്ങനെ ഞാനിതാ മാറ്റിട്ടോ. അപ്പോൾ ഇനി ഞാനില്ലേ സംഭവം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ നാളെയെന്ന്. അപ്പോൾ ഞാനും അമ്മയും പിന്നെ കുറച്ച് വേറെ ഗസ്റ്റ് ഉണ്ട്. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണിച്ചു കേട്ടോ. ഒരാളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടിയായിട്ടോ പോണത്. അത് എവിടെയാണെന്നുള്ളത് ഞാൻ ഇറങ്ങിയതിൻ്റെ ശേഷം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ പറഞ്ഞില്ല, അല്ല ഇറങ്ങിയിട്ട് വേണ്ട, അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം അത് ഏതാ സ്ഥലം എന്നുള്ളത് കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങും കേട്ടോ. ഒരു 5 മിനിറ്റിൽ രണ്ടാൾക്കാരും കൂടി വരാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങേ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഞാൻ എന്തിനാ ഓടുന്നത്? അമ്മ എന്നെ വിട്ടിട്ട് പോയിട്ട് ഒറ്റയ്ക്കാക്കി പോയി. കണ്ടങ്ങൾ, അമ്മൻ്റെ കൂട്ടുകാരിനെ കിട്ടിയപ്പോൾ ഇന്നെ വേണ്ട, മോളെ വേണ്ട. ഓരോ കൂടെ അങ്ങനെ ഇറങ്ങിയിട്ടമ്മ. ഞാൻ എന്തായാലും ഞാൻ പോട്ടെ. കണ്ടങ്ങൾ, അമ്മ പോണേ. എന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് പോവാ. ചേച്ചി വന്നപ്പോ അമ്മയ്ക്ക് ഇന്നെ വേണ്ട. കണ്ടങ്ങള് നോക്കിട്ടോ, ചേച്ചി എന്ത് സുന്ദരായിട്ടാ വന്നേ. ചേച്ചി ഹായ്. നല്ല സുന്ദരായിട്ടുണ്ടെന്ന് ചേച്ചി. ആ ഇല്ല, കമ്പനിയിലല്ലേ ഞാൻ കാണല്. ആ ചേച്ചി ചുടാൻ നല്ല രസാ സാരിന്റെ കാട്ടി. ഇതാട്ടോ, ഇവിടെ വേറെ 2 ചേച്ചിമാര് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഓട്ടോറിക്ഷനെ വെയിറ്റ് ചെയ്യട്ടോ. പക്ഷെ ഓട്ടോറിക്ഷ ആണെങ്കിൽ കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കിട്ടും. ചെറിയൊരു ഓട്ടോറിക്ഷയാണ്. അതിലുണ്ടായിരുന്നു. ഞാൻ അമ്മേന്റെ മടിയില. ഇവിടെ ചേച്ചിമാരൊക്കെ ഞങ്ങള് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം കേരളത്തിൽ വന്നപ്പോൾ നിന്ന കോട്ടേഴ്സ് ആണത്. ഇവിടെ ഞങ്ങള് ഫസ്റ്റ് ടൈം കേരളത്തിൽ വന്നപ്പോൾ കേട്ടോ ഇവിടെ ഇരുന്ന് നിന്നിരുന്നത്. ഇപ്പൊ കൊറേ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവല്ലോ ഞാൻ എവിടെയാ വന്നതെന്നുള്ളത്. ഞങ്ങളില്ലേ കേരളത്തില് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഈ സ്ഥലത്തിരുന്ന് വന്നിരുന്നു കേട്ടോ. ഇവിടെയാണ് ചെറുപ്പത്തിലൊക്കെ നിന്ന് വളർന്നതൊക്കെ. ഇവിടെ ഇതൊക്കെ ഫ്രണ്ട്സിന്റെ വീട് കേട്ടോ. ഇവിടെ ഞങ്ങൾ കളിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇവർ ഓർമ്മ കേട്ടോ. ഞാൻ എന്തായാലും പോകുമ്പോൾ നോക്കട്ടെ, പറ്റാണെങ്കിൽ കയറാം. ഇതാട്ടോ അമ്മയും അച്ഛനൊക്കെ ഫസ്റ്റ് വർക്ക് ചെയ്ത. ഫസ്റ്റ് ഇവിടെ കേട്ടോ, ചെരുപ്പം കമ്പനിയിലേനെ, പിന്നെ ഈ കമ്പനിയിൽ കേട്ടോ. ഇത് മിനിയാണ്. നിങ്ങൾക്ക് ആർക്കും അറിയാം മിനി സ്ഥലം പള്ളിക്കല് ആ ഭാഗത്ത് കേട്ടോ. ഇവിടെ പോള ഉണ്ടാക്കണ പണിയാണ്.
ചേച്ചി സുഖല്ലേ ചേച്ചി? സുഖല്ലേ? ഇവരൊക്കെ ഞങ്ങള് ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവര് കമ്പനിയില്. ചാട്ട് ഇവിടെ ഇങ്ങനെ കോള അട്ടിക്കാക്കിട്ട് ഒട്ടിക്കൊക്കെ ചെയ്തിട്ടോ. ഞങ്ങളില്ലേ അന്ന് വന്നിരുന്ന ഒരു ഗസ്റ്റിന്റെ വീട്ടില്, ഞങ്ങൾ പിന്നെ ആ വീട്ടിലെത്തിട്ടോ. ഇവിടെ അടുത്താണല്ലോ. ഞങ്ങൾ ഇവരെ വീട്ടിലേക്ക് ചിരിയുണ്ട് നിങ്ങൾ കുട്ടി. അപ്പൊ ഗായ്സ് ഞങ്ങളില്ലേ ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്യട്ടോ. അതാരറിയോ? ഞാൻ എൻ്റെ ഒരു വ്ളോഗില് പറഞ്ഞിട്ടില്ലേ, ഒരു ഓണർ, ഞങ്ങൾ പണ്ട് വന്ന ഓണർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവൊക്കെ ആയിരുന്നു. നല്ലൊരു ആളായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരങ്കിൾ എന്നൊക്കെ വിളിക്കാം, ബിച്ചാങ്കിൾ കേട്ടോ. അപ്പോൾ ഓരോ ശരിക്കുന്ന പേര് അതല്ലേ, ഞങ്ങൾ വിളിക്കലാട്ടോ. അങ്ങനെ ഓരോ വെയിറ്റ് ചെയ്യട്ടോ. ഓരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഓര് വന്നിട്ട് കാണിച്ചു കേട്ടോ. ഞങ്ങൾ സംഭവം നല്ല കമ്പനി ആയിട്ട് ഓരോട്. ഇന്ന് ചെറുപ്പത്തിൽ ഓരാണ് ഞാൻ സംഭവം അമ്മ പറഞ്ഞ കേൾക്കൂലിന്ന്. അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ പിന്നെ ഓരട്ടോ LKGക്ക് അംഗൻവാടിയൊക്കെ കൊണ്ടുപോയത് അടിച്ചും ചീത്ത പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ ഭയങ്കര രസമുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വന്നാൽ കേട്ടോ. കേട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്ത ആള് വന്നേ. എത്ര നേരം ഇങ്ങള് വെയിറ്റ് ചെയ്യുന്നേ? ഇവരെ വക ഞമ്മക്ക് ജ്യൂസ് ഇട്ടോ. കൊറേ വെയിറ്റ് ചെയ്യിച്ചല്ലോ. അപ്പൊ ഒരാറിന് ജ്യൂസ് വാങ്ങി തരാന്ന്. അതാ ഇവിടെ എല്ലാരും കുടിക്കുന്ന പാക്കില് ജ്യൂസ്. നിങ്ങൾക്ക് എന്താ പറയണേ? അവർക്ക് മടിയാ തോന്നുന്നുണ്ട് വീഡിയോയില്. എന്തായാലും ഞങ്ങൾ ജ്യൂസ് കുടിക്കട്ടെ. ഇവരെന്റെ വീഡിയോ കണ്ടിരിക്കുന്നു ഇപ്പൊ. ഞാൻ ജ്യൂസ് കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കൊണ്ടിട്ട് ഇവര് കാറിലാക്കി തന്നിട്ട് ഞങ്ങളെ ഇവിടെ എല്ലാരും ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് കുറച്ച് കേട്ടോ അല്ലേ? കുറച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോന്നെ ആക്കി തരാം. നമുക്ക് കയറണ്ട. ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ എല്ലാരും അനുവിനെ സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. വീട്ടിലേക്ക് വിടാനുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ എത്തിയിട്ട് കാണാം. പഠിക്കണേ വേറെ ഒന്നും. അപ്പൊ ചേച്ചി അവിടെ പോയതാ? ഞങ്ങള് മിനി പോയതായിരുന്നു പള്ളിക്കല്. അപ്പൊ ചേച്ചി നടന്നു വരുന്നത് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സൂപ്പർ. ഞങ്ങളെ കൂടെ നടന്നിട്ട് ഞങ്ങളെ കൂടെ നടന്നിട്ട് നല്ല അടിപൊളിയായി. പക്ഷെ കൊറേ നടക്കേണ്ടി വന്നില്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ ചേച്ചി അവിടെ നിക്കണോ എനിക്ക് വീട്ടിലേക്ക്? അയ്യോ ചേച്ചി പോട്ടെ. അപ്പൊ ഒറ്റയ്ക്ക് പോവോ? ചേച്ചി പോവും. ചേച്ചി ബൈ ബൈ. കുറച്ചുകൂടി. അപ്പൊ ഗായ്സ് ഞങ്ങൾ കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വീട്ടിൽ തന്നെ വന്നേ. ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വീട്ടെടുക്കണം. എന്തായാലും ഭയങ്കര ചൂട്. അപ്പൊ എനിക്ക് ചൂട് എടുക്കേണ്ടിയിരുന്നു. ഫ്രഷൊക്കെ ആയി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ എവിടേക്കാ പോയിരുന്നത് എന്ന്. ഞങ്ങളില്ലേ സംഭവം ഫസ്റ്റ് ടൈം കേരള വന്നപ്പം അവിടെ ഇരുന്നിട്ട് പോയിരുന്ന മിനിയിൽ അവിടെ ആയിട്ട് നിന്നിരുന്നത്. അങ്ങനെ അവിടുത്തെ ചേച്ചിമാരും അയൽവാസി അവിടെയൊക്കെ പോയിട്ടോ അവർക്കൊക്കെ ഇപ്പോഴും നമ്മൾ ഓർമ്മ ഉണ്ട് കേട്ടോ. നമ്മൾ സംഭവം 5 വർഷമായിട്ട് നിന്നിട്ടുള്ളൂ അവിടെ. പക്ഷെ എന്നാലും അത്രയ്ക്കും നല്ലൊരു കണക്ഷൻ ആയിട്ടോ അവിടെ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോവല്ലേ. പിന്നെ അങ്ങക്ക് ഞാൻ ഓണറെ കാണിച്ചെന്നില്ലെന്നോ ഓരില്ലേ സംഭവം എനിക്ക് ആദ്യം പേടിയെന്ന് കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ ഇങ്ങനെ പറയും എന്നോട്. എന്നിട്ട് ഓരോ എന്നെ അംഗൻവാടിക്കൊക്കെ കൊണ്ടുപോവാ. ചെറിയ കുട്ടിയാകുമ്പോൾ പേടിച്ചിട്ട് ഞാൻ പോവും.
എന്നിട്ട് ഓരിനെ തിരിച്ചു കൊണ്ടുവരാൻ വരും. അങ്ങനെ ഭയങ്കര ചൂടൊക്കെ ആവട്ടോ അവരാദ്യം അമ്മ ഇങ്ങനെ പറയുന്നോട്. പക്ഷേ ഇപ്പോഴും നല്ലൊരു കമ്പനി കേട്ടോ. മീൻസ് പഴയ പോലെ തന്നെ ഇവരായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കോണ്ടാക്ട് ഉണ്ട്. മീൻസ് നല്ലൊരു പേഴ്സൺ കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യും, നോക്കൂല ആരാന്നുള്ളതൊന്നും. എല്ലാവരും ഈക്വലായിട്ട് നല്ലമ്പോക്ക് നോക്കുന്ന ഒരാളാണ്. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസം സംസാരിച്ചിരുന്നു. അത് നമ്പറൊന്നും ഇല്ലായിരുന്നു, നമ്പർ പോയി. അങ്ങനെ പിന്നെ പോയപ്പോൾ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ വെച്ചേ. സംഭവം ഇതേമാതിരി ഇടയ്ക്ക് പോകണം. അവർ പറഞ്ഞിട്ട് നമുക്ക് ട്രിപ്പൊക്കെ പോകാൻ നോക്കാം. അപ്പോൾ പോസിബിൾ ആണെങ്കിൽ നമുക്ക് പോവാം എന്തായാലും, ടൈം ഇട്ടാണെങ്കിൽ. പിന്നെന്ന് പറയുമ്പം വേറെ ഒന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായി എന്ന് പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. പിന്നെ കമ്പനിയുടെ ചേച്ചിമാർ അമ്മല്ലേ ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ കമ്പനിയിൽ പറയും. മീൻസ് അങ്ങനെ അവിടുത്തെ ഓണർ നല്ലതായിരുന്നു എന്നൊക്കെ. അപ്പം അങ്ങനെ ഇവർ കാണണം എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ അമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരും കൂടിയിട്ടോ പോയിരുന്നത് അവിടേക്ക് കമ്പനിയിൽ. അങ്ങനെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടുന്ന്. ഇനി പിന്നെയും പറയണ്ട അടുത്ത സൺഡേ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന്. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞേ, എന്തായാലും ലീവല്ലേ, അപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. അങ്ങനെ അപ്പം ഞാൻ പോവാണേ. അമ്മ ഇവിടെ കോഫി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം ഞാൻ പോയി കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇതേമാതിരി അടുത്തൊരു വീഡിയോയിലും കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.